നന്ദകുമാർ സാറല്ലേ? അതെ, നന്ദകുമാറാണ്. പ്ലീസ് കം സാർ. പ്ലീസ് വരൂ സാർ. അബൂബക്കർ സാർ സെക്കൻഡ് ഫ്ലോറിലാണ് സാർ. അബൂക്ക, എന്നാലും നീ ബാംഗ്ലൂരിൽ നിന്ന് ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നൂലേ? അതെ അതെ. നീ എന്തിനാ ഹോട്ടലിൽ മുറിയെടുത്ത് നേരെ വീട്ടിലേക്ക് പോന്നാ പോരായിരുന്നോ? അത് കാക്ക് ഡോക്യുമെന്റ്സ് കൊറിയർ ചെയ്ത് അന്ന് തന്നെ ഓഫീസിൽ നിന്ന് എല്ലാം പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ ആ വർമ്മ അസോസിയേറ്റ്സ് ആയിട്ട് രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. കഴിക്കടാ. പ്രൊജക്ട് ഞാൻ നോക്കി നന്ദു. നീ ഇതിനു വേണ്ടിയായിരുന്നില്ലേ അന്ന് ആ ഭൂമി വാങ്ങിയത്? ഏതാണ്ട് 60 ഏക്കർ ഉണ്ടല്ലോ. മുഴുവൻ പ്രൊജക്ടിന് വേണ്ടി വരുമല്ലേ? ഓൾമോസ്റ്റ് 70% അമ്യൂസ്മെന്റ് പാർക്കിന് വരും. ബാലൻസ് വരുന്നത് കൺവെൻഷൻ സെന്ററും റിസോർട്ടും പാർക്കിംഗ് ഏരിയ ആണ്. ഞാൻ നിന്നെ നിരുത്സാഹപ്പെടുത്തുകയല്ല. അല്പം റിസ്ക് ഇൻവോൾവ്മെന്റ് ഉള്ള പ്രൊജക്റ്റാണ്. ജോസേട്ടാ, നിനക്കത് ഏറ്റെടുക്കാനുള്ള കഴിവുണ്ട്. എങ്കിലും ഈ ഓട്ടോ ഒത്തിരി കുറച്ചുകൂടെ നന്ദു. നീ ഈ നന്ദകുമാർ ഓട്ടം നിർത്താനോ? നെവർ. ഇതച്ചട്ടിൽ അബൂക്ക, ഇതെന്റെ ഡ്രീം പ്രോജക്റ്റ് തന്നെ ആക്കണം. ഈ പ്രോജക്റ്റിൽ അബൂക്കയുടെ അഭിപ്രായം എനിക്ക് വളരെ വലുതാണ്. അബൂക്ക, പിന്നെ ഇക്ക പറഞ്ഞില്ലേ എന്റെ ഓട്ടം നിർത്താൻ. ജോസേട്ടൻ പോയല്ലേ? ജോസേട്ടന് കേൾക്കണം. കണ്ണിന് കാഴ്ചയില്ലാത്ത അമ്മയുടെ കൈയും പിടിച്ച് എവിടെ നിന്നോ ഇവിടെ എത്തി ഞാൻ. ഒടുവിൽ അമ്മയും എന്നെ തനിച്ചാക്കി. പിന്നെ 10-11 വയസ്സുള്ള ഒരു തെരുവിന്റെ സന്തതി കയ്യിലൊരു കീറച്ചാക്കും കാല് വയറുമായി നടത്തടത്തെ തറവാട്ട് വഴിയിൽ തളർന്നു വീണപ്പോ ഒരു മകനെ പോലെ എന്നെ ചേർത്ത് പിടിച്ച് ചൂടുള്ള കഞ്ഞിയും തന്ന്, ഇനി നീ എങ്ങോട്ടും പോകണ്ട, ഇവിടെ നിന്നോന്ന് പറഞ്ഞു ഇവിടുത്തെ ഉമ്മ. ഓർമ്മയുണ്ടാവുക? അപ്പോ പുതുമണം മാറാത്തൊരു ഷർട്ടും ഒരു ട്രൗസറും എന്റെ കയ്യിലേക്ക് വെച്ച് നീട്ടിയ നിങ്ങളുടെ ഈ കയ്യിലെ ഒരു കാര്യം ജോസേട്ടാ. പിന്നെ ഞാൻ കാര്യപ്രാപ്തിയിലെത്തിയെന്ന് തോന്നിയപ്പോ ഒരു 50,000 രൂപ എന്റെ കയ്യിലേക്ക് വെച്ചെന്നിട്ട് നീ ഇരുമ്പ് കച്ചവടം ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കടാ എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഉപ്പ. ആ 50,000 രൂപ ഞാനിങ്ങനെ കയ്യിൽ അമർത്തി പിടിച്ച് ഓടിയ ഓട്ടമാണ്. പണമാണ് എനിക്ക് ഹരം, പണം എനിക്ക് ലഹരിയാണ്. എന്റെ കണ്ണിൽ പണം മാത്രമേ ഞാൻ കാണുള്ള പൂക്ക. കൊള്ളാം നിന്റെ ഫിലോസഫി. നീ നരച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നര മുഴുവനും ആകട്ടെ, മാറിക്കോളും. ഏതായാലും നിന്റെ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോട്ടെ. നീ ഇന്ന് തന്നെ പോകുന്നുണ്ടോ? വീട്ടിൽ വന്നിട്ട് കുറച്ചായി. ഇല്ല പൂക്ക, ബാംഗ്ലൂർക്ക് നാളെ പോണുള്ളൂ. ഇന്ന് ആ ദേവികുളം താലൂക്ക് ഓഫീസ് വരെ ഒന്ന് പോണം. കൂടാതെ 2 മീറ്റിങ്ങുകളും ഉണ്ട്. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി എന്നാ. ഓക്കെ പൂക്ക. ജോസേട്ടാ, ജോണിക്കുട്ടിയുടെ വിശേഷം എന്തുണ്ട്? അവൻ അടുത്തെങ്ങാനും വരുന്നുണ്ടോ? തൽക്കാലം വരാൻ സാധ്യതയില്ല, അവന് കുറച്ച് തിരക്കാ. അതെല്ലേ? എന്നാ ശരി.
കിടന്നോ. സാറിന്റെ ബിലോങ്ങിങ്സ് ക്യാബിനിൽ വെച്ചിട്ടുണ്ട്. സിസ്റ്ററെ, ഈ ബാൻഡേജ് എപ്പോഴാ അയക്കുന്നത്? അത് ഡോക്ടർ പറയും. ഓ, ഞാൻ തീർന്നു പോയെന്നാ കരുതിയത്. സാർ ബാൻഡേജ് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. അഴിഞ്ഞു പോവാതെ നോക്കണേ. ഓ, ഇവിടെ ഒരു ബെല്ലുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിലൊന്ന് അമർത്തിയാ മതി. അപ്പോ നഴ്സിംഗ് സ്റ്റേഷനിൽ നിന്ന് ആള് വരുവേ. സിസ്റ്ററെ, അപ്പൊ 2 ദിവസം കിടക്കേണ്ടി വരൂലേ? എന്തായാലും സാറിന് ഭാഗ്യമുണ്ട്, വേറെ പരിക്കുകളൊന്നും ഇല്ലല്ലോ. സർ ഫുഡ് ടൈമിന് കഴിക്കണം. സാറ് ഡോക്ടർ രാജേഷിന്റെ കസിൻ ആണല്ലേ? അതെ, ഡോക്ടർ രാജേഷിന്റെ ഫാമിലിയിൽ നിന്നാ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ ഇരുട്ട് സഹിക്കാൻ കഴിയുന്നില്ല. സർ തൊട്ടടുത്ത ബെഡിൽ ഹബീബ് സാർ ഉണ്ടല്ലോ, അദ്ദേഹത്തോട് സംസാരിക്കാലോ. ഹബീബ് സർ, അടുത്ത ബെഡിലുള്ളത് നന്ദകുമാർ, ഡോക്ടർ രാജേഷിന്റെ കസിൻ ആണ്. ഓക്കെ, ഞാൻ പരിചയപ്പെട്ടോളാം. പേര് നന്ദകുമാർ അല്ലേ? ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. സാറിന് എന്താ പറ്റിയത്? ഒന്നും പറയേണ്ട സുഹൃത്തെ, ഒരു പ്രൊജക്റ്റ് ആവശ്യത്തിനാണ് വന്നത്. യാത്രക്കിടെ ഒരു ആക്സിഡന്റ്. ഓ, 2-3 ദിവസമല്ലേ ഇരുട്ട്. ദിവസം വേഗം പൊക്കോളും. ഈ റൂമിൽ 2 ബെഡ് മാത്രമേ ഉള്ളൂ? അതെ അതെ, വളരെ സുന്ദരമായ മുറി. കിഴക്കോട്ട് തുറക്കുന്ന വലിയ ജനലുകൾ, ജനലിന് പുറത്തെ കാഴ്ചകൾ വളരെ മനോഹരം. അത് ശരി. എന്നാ പറ, എന്തൊക്കെയാ പുറത്തെ കാഴ്ചകൾ? ഈ ജനലിനപ്പുറം നെൽവയലുകളാണുള്ളത്. പച്ചപ്പരവതാനി പോലെ. അങ്ങകലെ 3 തട്ടുകളായി മലനിരകൾ. ആഹാ, അവിടെവിടെയായി ഒഴുകിയിറങ്ങുന്ന വെള്ളച്ചാട്ടങ്ങൾ. എത്ര സുന്ദരമായ കാഴ്ചകൾ. മലയടിവാരത്തായി ചെറിയ കുടിലുകളും ഭംഗിയുള്ള വഴികളും. വഴികൾക്കരികിലായി പച്ചപുതച്ച വൃക്ഷങ്ങളും അങ്ങമലമുകളിൽ കോടമഞ്ഞും. വണ്ടർഫുൾ. നന്ദു, ഇന്ന് അമാവാസി. തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം. ഭൂമിയും ഗ്രഹങ്ങളും അവയ്ക്ക് നിശ്ചയിച്ച സഞ്ചാരപഥങ്ങളിൽ കൃത്യമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ആകാശങ്ങളുടെ നാഥൻ അവർക്ക് നൽകിയ നിയമങ്ങൾ അനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഹബീബ്, ഓ, യു ആർ വെരി സ്പെഷ്യൽ. എന്റെ കണ്ണുകൾ മൂടിക്കെട്ടുന്നതിന് മുമ്പ് വരെ ഞാൻ കാണാത്ത കാഴ്ചകളാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഇതുവരെ ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഹബീബ്. വർക്ക് ഓഫ് ആർട്ട് ബൈ ദ വൺ ആൻഡ് ഓൺലി ദ ഗ്രേറ്റ് ക്രിയേറ്റർ. ഇത് കാണാൻ കണ്ണു തന്ന അവൻ എത്ര ശ്രേഷ്ഠൻ. ചേലോട് സൃഷ്ടിച്ചു ഭൂമിയിൽ രക്ഷകൻ, മാനുഷർക്കൊക്കെയും സൗഖ്യം പകർന്നിടാൻ. ആകയാൽ ദൈവം വരുത്തുന്ന നന്മകൾ ആവുമോ നിങ്ങൾക്ക് തള്ളിപ്പറയുവാൻ? ഹബീബ് സർ, ഡിസ്ചാർജ് സമ്മറി റെഡി ആയിട്ടുണ്ട്. താഴേന്ന് അത് വാങ്ങി പോകാം. കാറ് വന്നിട്ടുണ്ട്. ശരി സിസ്റ്റർ. താനില്ലാതെ ഒറ്റക്ക്, ഒന്നും കേൾക്കാനില്ലാതെ ഞാൻ ഈ രാത്രി എങ്ങനെ കഴിച്ചു വിട്ടു? നന്ദു, നാളെ കണ്ണിന്റെ കെട്ടഴിക്കുമ്പോ കാണുന്ന കാഴ്ചകളെ കുറിച്ചോർത്ത് ഉറങ്ങിക്കോളൂ. നാളെ സാറിന് ജനലിലെ പുറത്തെ കാഴ്ചകൾ കാണാമല്ലോ. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണണം. നമ്മൾ തമ്മില് 2 ദിവസത്തെ അടുപ്പം 2 വർഷത്തെ അടുപ്പം പോലെയായി. ഓക്കെ,
നന്ദു സാർ, ഞാനന്ന് ഇറങ്ങണം. എല്ലാം ശരിയാവും. എന്നാ ഞാൻ അങ്ങോട്ട്. താങ്ക് യു വെരി മച്ച്. ഓ, ആയിക്കോട്ടെ. നന്ദു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് രാജേഷ്, പ്ലീസ് റിമൂവ് ദ ബാൻഡേജ്, പ്ലീസ്. റിലാക്സ്. അതിനല്ലേ ഞാൻ വന്നിരിക്കുന്നത്. റിലാക്സ്, ഇരിക്കൂ. ധന്യ, പ്ലീസ് ഹെൽപ്പ്. സിസ്റ്റർ, ഇത് അഴിച്ചു മാറ്റിക്കോളൂ. ശരി സർ. നന്ദു, ഇപ്പൊ കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. അപ്പോൾ വൈകിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കൂടാം. സർ, ആ വിൻഡോ തുറക്കാറില്ല. നന്ദു, വാട്ട് ഈസ് ദേർ? രാജേഷ്, ഇവിടെ ഒരു വ്യക്തി. എന്റെ കണ്ണിനെന്തോ പറ്റി രാജേഷ്, എന്റെ കണ്ണിനെന്തോ പറ്റി. എന്താണ് നന്ദു, എന്തു പറ്റി? എന്റെ നന്ദു, അവിടെ ഭിത്തി തന്നെയാണ്. അതുകൊണ്ടല്ലേ ആ ജനല് തുറക്കണ്ടെന്ന് പറഞ്ഞത്. അപ്പോ ഹബീബ് പറഞ്ഞത്? ഹബീബ് എന്തു പറഞ്ഞു? വയലും മലയും അരുവികളുമുള്ള. ഹബീബ് കാഴ്ചകൾ വിവരിച്ചെന്നോ? ഹീ ഈസ് ബ്ലൈൻഡ്. അവൻ ജന്മന അന്ധനാണ്. ഹബീബ് അവനൊന്നും കാണാൻ കഴിയില്ലെന്നോ? അവനെല്ലാം കാണുന്നത് പോലെയാണല്ലോ എന്നോട് വിവരിച്ചത്. അതേ നന്ദു, ഹബീബ് അന്ധനാണെങ്കിലും അസാധാരണ ഉൾക്കാഴ്ചയുള്ളവനാണ്. എനിക്കറിയാം ഹബീബിനെ. ഹബീബ് അയാൾ ഒരു കാഴ്ചയുള്ള ആളായിരുന്നെങ്കിൽ. നമ്മളെക്കാൾ നല്ല പോലെ ഹബീബ് അവന്റെ ഉൾക്കണ്ണുകൊണ്ട് ലോകം കാണുന്നുണ്ട്. അതിലയാൾ അതീവ സന്തുഷ്ടനുമാണ്. ഹബീബിന് കാഴ്ച കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ രാജേഷ്? ഇല്ല എന്ന് തീർത്തു പറയാൻ കഴിയില്ല. ബട്ട് ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. ലിറ്റിൽ. ചെറിയ സാധ്യതകളും ഉണ്ട്. നന്ദു, അപ്പൊ പറഞ്ഞ പോലെ. അപ്പൊ വൈകിട്ട് നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. ഷുവർ. See you. Take care. പണമാണ് എനിക്ക് ഹരം, പണം എനിക്ക് ലഹരിയാണ്. എന്റെ കണ്ണിൽ പണം മാത്രമേ ഞാൻ കാണുള്ളൂ. എടോ, തന്റെ ആ മൂന്നാറിലെ സൗജന്യ നേതൃദാന ചികിത്സാലയം അതെന്തായി? ഞാൻ ആ പുതിയ പ്രൊജക്ടിന്റെ ഫൈനൽ ഡിസിഷൻ എടുത്തു സാർ. ഐ ഫൗണ്ടേഷൻ. അതെ. ഡ്രീം വിഷൻ എന്നല്ലേ പേര്? അതെ, നമ്മുടെ വിഷൻ പ്രൊജക്ട് തന്നെ. നമുക്കൊന്ന് ഇരുന്നാലോ?
സാർ ഉച്ച കഴിഞ്ഞിട്ട് ഫ്രീ ആണെങ്കിലേ താനിപ്പോ എവിടെ? ഞാൻ എറണാകുളം ഗസ്റ്റ് ഹൗസിലുണ്ട്. തന്റെ ആ ഗസ്റ്റ് ഹൗസിലോ? എന്റെ ഗസ്റ്റ് ഹൗസിലുണ്ട്. എന്നാ നമുക്ക് വൈകിട്ട് ഇരിക്കാം. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച് സാർ. ആയിക്കോട്ടെ. ഓക്കെ, ശരി. والسابقون السابقون أولئك المقربون في جنات നന്ദു, ഹബീബിനെങ്ങനെ മനസ്സിലായി? ആ ഇരിക്കേ. നീ ഇവിടെ കാണുമെന്ന് എനിക്കറിയായിരുന്നു. എത്ര നാളായി നമ്മൾ കണ്ടിട്ട്. ഹബീബേ, മൂന്നാറിൽ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടാണ് ഞാനിവിടെ വന്നത്. എങ്കിൽ അതിലും ഉദാത്തമായൊരു പ്രൊജക്റ്റുമായാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. അതിന് കാരണം ഹബീബ് തന്നെയാണ്. ഞാനോ? എന്നിലൂടെയോ? അതെ, ഹബീബ് തന്നെയാണ് എനിക്ക് പ്രചോദനം. വാ, ഒരുപാട് കാര്യങ്ങളുണ്ട് നിന്നോട് സംസാരിക്കാൻ. ആശകളിൽ മാറുന്ന ഈ ലോകം നമ്മുടെ സ്നേഹം ഇനി മാറില്ല. ഇരുൾവാതിനിൽ പുതുതളിച്ചം വഴി തടയുന്ന പുതുപ്രത്യാശം. എന്നുടെ കൂടെ നിന്നെയാലോ പുതു കാഴ്ചകൾ നൽകാലോ. ഇനി ചിരിയും തന്നിരിയും വനിനേലും ഇരുമൂനിയല്ല